ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായം നമ്മൾ ഇന്ന് വായിക്കുകയാണ്. 28-ാം അധ്യായത്തിൽ ദാവീദ് തൻ്റെ ജീവിത അവസാനമായപ്പോൾ ദേവാലയ നിർമ്മാണത്തിനുള്ളതായ ക്രമീകരണവും രാജ്യഭരണത്തിനുള്ളതായ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ട് ഇസ്രായേലിലെ സകല ജനങ്ങളെയും, അവിടുത്തെ എല്ലാ പ്രമാണിമാരെയും, എല്ലാ തലങ്ങളിലുള്ള നേതൃത്വം നൽകുന്നവരെയും വിളിച്ചു കൂട്ടിയിട്ട് തൻ്റെ അന്ത്യ സന്ദേശം അവർക്ക് നൽകുന്നതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇവിടെ നമ്മൾ വെറും വൃദ്ധനായ ഒരു രാജാവിനെ അല്ല കാണുന്നത്. വളരെ ധൈര്യശാലിയും പ്രത്യാശയും നിറഞ്ഞ, ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച ഒരു വ്യക്തിത്വത്തെ ദാവീദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്രകാരമുള്ള രാജാക്കന്മാർ ഇസ്രായേലിൽ വളരെ ഇല്ലായിരുന്നെന്ന് നമുക്കറിയാം. ദാവീദിൻ്റെ ഈ വലിയ സമർപ്പണമാണ് ദാവീദിൻ്റെ സിംഹാസനം എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെടുവാൻ കാരണമായിട്ട് തീർന്നത്. അദ്ദേഹം സകല ഉത്തരവാദിത്വങ്ങളും ശലോമോനെ ഇവിടെ ഭരമേൽപ്പിക്കുകയാണ്. തനിക്ക് ശേഷം ഇസ്രായേൽ ജനത്തിന് ആവശ്യമായ ഭരണം നടത്തുവാനുള്ള എല്ലാ ക്രമീകരണവും അദ്ദേഹം ഇവിടെ ചെയ്യുകയാണ്. ദേവാലയം പണിയുവാനുള്ള തൻ്റെ ആഗ്രഹം സഫലമാക്കുവാൻ ശലോമോനെയും ഇസ്രായേലിലെ പ്രഭുക്കന്മാരെയും നേതാക്കന്മാരെയും അതിന് ദാവീദ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ 2-ാമത്തെ വാക്യം, എൻ്റെ സഹോദരന്മാരും എൻ്റെ ജനവുമായുള്ളവരെ എന്ന് പറഞ്ഞാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. എൻ്റെ സഹോദരന്മാരും എൻ്റെ ജനങ്ങളും. സാധാരണ രാജാക്കന്മാർ പ്രജകളെയൊക്കെ അടിമകളായി കാണുമ്പോൾ ദാവീദിൻ്റെ മനോഭാവം ഇതാണ്: ഈ ജനം മുഴുവൻ എൻ്റെ സഹോദരന്മാരാണ്, എൻ്റെ ജനമാണ്. കാരണം ദാവീദ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവകൃപയുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ മാത്രമേ ജനത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. തന്നേക്കാൾ കുറഞ്ഞവരായി അവരൊരിക്കലും കാണുകയില്ല. തന്നേക്കാൾ ശ്രേഷ്ഠന്മാരായി ദാവീദ് അവരെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്രകാരം ഒരു മനോഭാവം അദ്ദേഹത്തിനുള്ളത്. അത് രാഷ്ട്രീയത്തിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും നേതൃത്വം വഹിക്കുന്നവർക്ക് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു മനോഭാവം ദാവീദിൽ നമുക്കിവിടെ കാണുന്നുണ്ട്. കാരണം ആ സാധാരണ ജനങ്ങളിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനല്ല ഒരു നേതൃത്വം നൽകുന്നയാളും. അതുകൊണ്ട് അവരിലൂടെ ഉള്ളതായ സ്നേഹവും അവർക്ക് വേണ്ടിയാണ് ആ തിരഞ്ഞെടുത്തിരിക്കുന്നതിനുള്ള ബോധ്യം അത് ദാവീദിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കുന്നത്. അധികാരത്തിൻ്റെ യാതൊരു ഗർവവും അദ്ദേഹം ഇവിടെ കാണിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 4-5 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവം തന്നെ തിരഞ്ഞെടുത്തതായ കാര്യവും അതിനുശേഷം ശലോമോനെ തിരഞ്ഞെടുത്ത കാര്യവും ദാവീദ് ഇവിടെ പറയുന്നുണ്ട്. താൻ ഒരു ആട്ടിടയ ബാലനായിരുന്നു. ഒരു രാജാവാകുവാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ലായിരുന്നു. അവിടെ നിന്നാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. ഇത് അനേക പ്രാവശ്യം ദാവീദ് തൻ്റെ ജീവിതത്തിൽ പറഞ്ഞതായി മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇത് ഓർക്കണം. നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ഏതെല്ലാം തലങ്ങളിലായിരുന്നു, എന്തെല്ലാം കുറവുകൾ നമ്മളിലുണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മളെ നിലനിർത്തിയിരിക്കുന്നു. ആ ദൈവത്തോടെപ്പോഴും നന്ദിയും സ്നേഹവും ഉള്ളവരായി ജീവിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ പഴയ കാലത്ത് ദൈവം വഴി നടത്തിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമെങ്കിൽ നമുക്ക് മോശമായി സംസാരിക്കാനോ പ്രവർത്തിക്കാനോ അഹങ്കരിക്കാനോ ഒന്നും സാധിക്കത്തില്ല. ഏറ്റവും വിനയമുള്ളവരായി ജീവിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി 8-ാം വാക്യം പറയുന്നുണ്ട് ദൈവത്തോട് അനുസരണം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം ശലോമോനെ ഓർമ്മപ്പെടുത്തുകയാണ്. നീ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ദൈവം നിന്നെ സംരക്ഷിക്കും. നീ ആ കൽപ്പനകളിൽ നിന്ന് മാറിപ്പോയാൽ പിന്നെ ദൈവത്തിൻ്റെ സംരക്ഷണം നിനക്കുണ്ടാവുകയില്ല. നമുക്കറിയാം, പഴയ നിയമത്തിലെ യഹോവയായ ദൈവം മോശയെ വിളിച്ച് നിയമം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് ദൈവവും നീ എൻ്റെ ജനവുമായിരിക്കും.
ഈ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ ഞാൻ നിൻ്റെ ദൈവമായിരിക്കും, ഇതനുസരിക്കാത്തപ്പോൾ ഞാൻ നിൻ്റെ ദൈവമായിരിക്കില്ല, നീ എൻ്റെ ജനവുമായിരിക്കില്ല എന്ന് ഇസ്രായേൽ ജനത്തോട് മോശ മുഖാന്തരം ഇസ്രായേൽ യഹോവയായ ദൈവം അരുളിച്ചത് നമുക്കറിയാമല്ലോ. പുതിയ നിയമത്തിലും നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ മക്കളായി തീരുന്നത് അവൻ്റെ കൽപ്പനകളെ പാലിച്ച് അവരോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. നമ്മുടെ കർത്താവും പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അതുകൊണ്ട് ശലോമോനെ ദാവീദോട് ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്ന് വ്യതിചലിക്കരുത്. ദൈവം പറഞ്ഞതനുസരിച്ച് നീ ചെയ്താൽ നിൻ്റെ ആയുഷ്കാലം മുഴുവൻ നിനക്ക് ആ അനുഗ്രഹമുണ്ടാകും. എന്നാൽ പിന്നീട് നമുക്കറിയാം, ശലോമോൻ്റെ ജീവിതത്തിൽ ദാവീദ് പറഞ്ഞ പ്രകാരം അദ്ദേഹത്തിന് പൂർണ്ണമായി ജീവിക്കാൻ സാധിച്ചില്ലെന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വീഴ്ചകൾ സംഭവിച്ചതായും അദ്ദേഹത്തിന് ശേഷം പിന്നെ ഇസ്രായേൽ ജനം രണ്ടായി പോകത്തക്കൊണ്ടുള്ള സംവിധാനം ഉണ്ടാകുന്നതൊക്കെ നമ്മൾ നേരത്തെ വായിച്ചതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ തിരഞ്ഞെടുപ്പിനോടുള്ള നമ്മുടെ ആ മനോഭാവം, ആ വിധേയത്വം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ പാലിക്കുക എന്നുള്ളതാണ്. 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ദേവാലയ നിർമ്മാണത്തിനുള്ള പദ്ധതി ശലോമോനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ധൈര്യശാലിയായി പ്രത്യാശയോടുകൂടി അത് നിർവഹിക്കുവാനും ദാവീദ് വീണ്ടും ശലോമോനെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയും അവനെ അവിടെ ഭരമേൽപ്പിക്കുകയും ചെയ്യുകയാണ്. പറയുന്നത്, നീ ശക്തനും ധീരനുമായിരിക്കുക. 20-ാം വാക്യം, ഈ വേല ചെയ്യാൻ നീ ഭയപ്പെടരുത്, ധൈര്യഹീനനാകരുത്. എന്തുകൊണ്ടെന്നാൽ ദൈവം നിൻ്റെ കൂടെയുണ്ട്. നമ്മുടെ പ്രത്യാശ ഇതാണ്, നമ്മുടെ ധൈര്യം ഇതാണ്. നമ്മൾ അല്ലാതെ ചിന്തിച്ചാൽ നമുക്ക് ഒന്നിനും സാധിക്കുകയില്ല. ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതായ വലിയ പ്രത്യാശ നമുക്ക് വലിയ ധൈര്യം നമുക്ക് നൽകുന്നതാണ്. ആ ഒരു വലിയ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഏത് അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങളെയും നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ആ ദൈവകൃപയ്ക്കായിട്ടാണ് നമ്മെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ നമുക്ക് ഇടയായിട്ട് തീരണം. പുതിയ നിയമത്തിലെ ദാവീദിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ദാവീദിനെ പോലെ വിനയമുള്ളവരായി ദൈവത്തിന് സമർപ്പിതമായി ജീവിക്കാൻ നമുക്കിടയായി തീരണം. ദാവീദിൻ്റെ ജീവിതത്തിലും പലപ്പോഴും ദൈവികമായ വഴി വിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. ചില സന്ദർഭങ്ങൾ അതോർത്ത് അദ്ദേഹം യഥാർത്ഥമായി പശ്ചാത്തപിച്ചിട്ടുമുണ്ട്. നമുക്ക് മാനുഷിക ബലഹീനതയാലും സാഹചര്യ സമ്മർദ്ദങ്ങളാലും കുറവുകൾ സംഭവിക്കാം. എന്നാൽ പശ്ചാത്തപിക്കുവാൻ, അനുദപിക്കുവാൻ, യഥാർത്ഥമായി അനുദപിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ ദൈവം അത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവനും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നവനുമാണ്. ആ ദൈവകരങ്ങളിൽ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഓരോ മേഖലകളിലും ദൈവമേ അവിടുത്തെ കരങ്ങളിലായിരുന്നു കൊണ്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവവചനം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.